ഹായ് എവരിവൺ, ഞാൻ ലിൻഡോ ജോ. അപ്പോൾ ഇംഗ്ലീഷ് പഠനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടി ഇംഗ്ലീഷാണ്. കുട്ടി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒന്നോ രണ്ടോ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കുറേ അധികം ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും നമ്മൾ ഓഫീസിലായിരിക്കുമ്പോഴോ വീട്ടിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഏത് സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ചില സെൻറ്റൻസസ്. അങ്ങനെയുള്ള 25 സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, ഈ സെൻറ്റൻസസ് ഒക്കെ എഴുതി വയ്ക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 അടിപൊളി സെൻറ്റൻസസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് പോവാണ്. ബി ക്വയറ്റ്. ഓക്കെ, ബി ക്വയറ്റ്. ഒന്ന് മിണ്ടാതിരിക്കുക, നിശബ്ദമായിരിക്കുക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ബി ക്വയറ്റ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കോ, ബി ക്വയറ്റ്. അപ്പോൾ ആരെങ്കിലും കൊച്ചും ബഹളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ബി ക്വയറ്റ്, ബി ക്വയറ്റ്. രണ്ടാമത്തെ ഫ്രേസ് ആണ് ബി കാം, ബി കാം. ഓക്കെ, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും വലിയ ഒച്ചും ബഹളമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പറയാം ബി കാം, ബി കാം. ഒന്ന് ശാന്താവും, ഒന്ന് അടങ്ങ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പറയുന്നതാണ് ഇങ്ങനെ ബി കാം. ഓക്കെ, ബി കാം. മൂന്നാമത്തെ സെന്റൻസ് ആണ് ഫിനിഷ് ഇറ്റ്, ഫിനിഷ് ഇറ്റ്. അത് തീർക്ക്, തീർക്ക്, ഫിനിഷ് ഇറ്റ്. അപ്പോൾ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരിടയിൽ വെച്ച് എണീറ്റ് പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞായിരിക്കും ചിലപ്പോൾ എണീറ്റ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറയാണ് ഫിനിഷ് ഇറ്റ്, ആ ഭക്ഷണം ഒന്ന് കഴിച്ച് തീർക്ക്, അല്ലെങ്കിൽ അതൊന്ന് തീർത്തിട്ട് എണീക്ക് എന്ന് പറയും. നാലാമത്തെ ഫ്രേസ് ആണ് ഡോണ്ട് മൂവ്. ഓക്കെ, ഡോണ്ട് മൂവ്. ഡോണ്ട് മൂവ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നിന്ന് അനങ്ങരുത്, അനങ്ങരുത്. ഡോണ്ട് മൂവ്. ഓക്കെ, അനങ്ങരുത് എന്ന് നമ്മൾ പറയാണ്. ഡോണ്ട് മൂവ്. നമ്മൾ ചില സമയത്ത് പറയൂലേ ഡോണ്ട് മൂവ്, അനങ്ങരുത്. സിനിമയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ ആരോടെങ്കിലും അനങ്ങരുത്, മാറരുത് എന്നൊക്കെ പറയണമെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിച്ചോ ഡോണ്ട് മൂവ്. അഞ്ചാമത്തെ ഫ്രേസ് ആണ് വാട്ട് എൽസ്. ഇനി എന്താ? ഓക്കെ, വാട്ട് എൽസ്, ഇനി എന്താ? നമ്മൾ ചോദിക്കില്ലേ, നമ്മൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു, ഇനി നമുക്കൊന്നും പറയാനില്ല, അപ്പോൾ നമ്മൾ പറയും ഇനി എന്താ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ? വാട്ട് എൽസ്. ഓക്കെ, വാട്ട് എൽസ്. ഓക്കെ, അടുത്ത ഫ്രേസ് ആണ് ഹൂ നോസ്. ഹൂ നോസ്, ആർക്കറിയാം എന്ന് നമ്മൾ പറയും അല്ലേ? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയും ആർക്കറിയാം എന്ന് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചിലരോട് ചോദിക്കും ആർക്കാ ഇതിനെക്കുറിച്ച് അറിയാകുന്നത് എന്ന് ചോദിക്കും ഇല്ലേ? ഇത് രണ്ടിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് ആണ് ഹൂ നോസ്. ഹൂ നോസ്. ഓക്കെ, ആർക്കാണ് അറിയുക. ഓക്കെ, നോ എന്ന് പറഞ്ഞാൽ KNOW, നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. ഓക്കെ, ഹൂ നോസ്. അടുത്തൊരു ഫ്രേസ് ആണ് സ്ലോ ഡൗൺ. ഓക്കെ, എന്താണ് സ്ലോ ഡൗൺ? ഒന്ന് പതുക്കെ, ഒന്ന് സ്പീഡ് കുറയ്ക്കൂ, ഒന്ന് സാവധാനത്തിലാക്കൂ എന്ന് പറയും അല്ലേ? ഇപ്പം നമ്മൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ വലിയ സ്പീഡിലായിരിക്കും സംസാരിക്കും. അപ്പം നമ്മൾ പറയും ഒന്ന് പതിയെ സംസാരിക്കും, ഒന്ന് സ്ലോ ആക്കി, ഒന്ന് സ്പീഡ് കുറച്ചെന്ന് പറയും ഇല്ലേ? നമ്മൾ പറയും സ്ലോ ഡൗൺ. ഈവൻ നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി സ്പീഡിൽ ആരെങ്കിലുമൊക്കെ വാഹനം ഓടിക്കണമെങ്കിൽ നമ്മൾ പറയും ഒന്ന് പതുക്കെ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയും ഇല്ലേ? നമ്മളവിടെ പറയും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും, ആ കാർ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം എന്താണ് സ്ലോ ഡൗൺ. മറ്റൊരു ഫ്രേസ് ആണ് ക്ലീൻ അപ്പ്. ഓക്കെ, ഒന്ന് വൃത്തിയാക്കൂ. ഓക്കെ, ക്ലീൻ അപ്പ്, അവിടെ ഒന്ന് വൃത്തിയാക്കൂ എന്ന് പറയും അല്ലേ? ചില വളരെ വളരെ മെസ്സായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ക്ലീൻ അപ്പ്, അവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ, ഒന്ന് ക്ലീൻ അപ്പ് ആക്കി എന്നൊക്കെ പറയും നമ്മൾ. മറ്റൊന്നാണ് ദാറ്റ്സ് അമേസിങ്. ഓക്കെ, ദാറ്റ്സ് അമേസിങ്. അപ്പോൾ ഒരാൾ നമ്മുടെ ഒരു കുഞ്ഞ് ഒരു മനോഹരമായിട്ടൊരു പടമൊക്കെ വരച്ചിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരികയാണ്, ഇവിടെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുണ്ട് എൻ്റെ പടം. നമ്മൾ പറയണം ദാറ്റ്സ് അമേസിങ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു, അല്ലെങ്കിൽ നല്ലൊരു വർക്ക് നമ്മൾ കണ്ടു, നമ്മൾ പറയും ദാറ്റ്സ് അമേസിങ് എന്ന് പറയും. ഓക്കെ, ഇതൊരു നല്ല വർക്കാണ്, ഇതൊരു മനോഹരമായിട്ടായിരിക്കുന്നത് എന്ന് പറയും. മറ്റൊരു ഫ്രേസ് ആണ് ലീവ് ഇറ്റ്. ലീവ് ഇറ്റ്, വിട്ട് കളഞ്ഞേക്ക് എന്ന് പറയും അല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ വലിയ ആർഗ്യുമെന്റ് നടക്കുകയാണ്, ഒരു വഴക്കിന്റെ അടുത്തൊക്കെ എത്താറാകുമ്പോൾ നമ്മൾ പറയണം, അവരോട് പറയണം ലീവ് ഇറ്റ്, അത് വിട്ട് കളയും, അത് വിട്ട് കളയും, ലീവ് ഇറ്റ്, വിട്ട് കളയും. അല്ലെങ്കിൽ ഒരു വലിയ പ്രേമ നൈരാശ്യമൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ് എന്ന് പറയാം, അത് വിട്ട് കളയും, ലീവ് ഇറ്റ് എന്ന് പറയും അല്ലേ? ലീവ് ഇറ്റ്. ഓക്കെ, മറ്റൊന്നാണ് ഐ ഡിസഗ്രി. ഐ ഡിസഗ്രി, എനിക്കിതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഓഫീസിലായിരിക്കാം, നമ്മുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരാളൊരു സജഷൻസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പം നമുക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറയും എന്ത്, എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? ഐ ഡിസഗ്രി. എങ്ങനെ പറയാം? ഐ ഡിസഗ്രി, ഐ ഡിസഗ്രി എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് 12ാമത്തെ ഫ്രേസിലേക്ക് പോവാം. നോ പ്രോബ്ലം. നോ പ്രോബ്ലം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണല്ലേ, നോ പ്രോബ്ലം. അത് കുഴപ്പമില്ല, അത് സാരമില്ല എന്ന് നമ്മൾ പറയും. എന്ത്? നോ പ്രോബ്ലം, നോ പ്രോബ്ലം. മറ്റൊന്നാണ് വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ്, എന്തു പറ്റി, എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ്, എന്തു പറ്റി, എന്താ സംഭവിച്ചത്
അല്ലേ? നമ്മൾ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ഓടി ചെന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത് നമ്മൾ ചോദിക്കും അല്ലേ? നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ നോക്കിയാൽ വാട്ട് ഹാപ്പൻഡ് ഓക്കെ, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കും. മറ്റൊന്നാണ് ഹു എൽസ്. ഓക്കെ, ഹു എൽസ്, വേറെ ആരൊക്കെയുണ്ട്, ഹു എൽസ്. ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് ടൂറിന് പോകാനൊക്കെ ആർക്കൊക്കെ താല്പര്യമുണ്ട്. ഇപ്പൊ ഒരു 5-6 പേര് കൈ ഉയർത്തി, ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കും ഹു എൽസ് എന്ന് ചോദിക്കും. ഓക്കെ, ആരെങ്കിലും കൂടി ഉണ്ടോ, ഇനി ആരൊക്കെയാണ്, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹു എൽസ്. 15ാമത്തെ ഫ്രേസിലേക്ക് പോവാണ്. അതാണ് ടേക്ക് കെയർ. നമ്മുടെ ഒരു സുഹൃത്ത് കുറച്ച് ക്ഷീണിതനൊക്കെ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെയൊക്കെ കണ്ടിട്ട് നമ്മൾ പറയാണ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഓക്കെ, നിന്റെ ശരീരം, നിന്റെ ഹെൽത്തൊക്കെ നന്നായിട്ട് സൂക്ഷിക്കൂ. ടേക്ക് കെയർ, നന്നായിട്ട് കരുതൂ. നമ്മളൊരു വിഷൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കെയർ ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നതാണ് എപ്പോഴും എന്ത്, ടേക്ക് കെയർ. മറ്റൊന്നാണ് ഇറ്റ്സ് ഇംപോസിബിൾ. അത് നടക്കണ കാര്യമില്ല. ഇറ്റ്സ് ഇംപോസിബിൾ, അത് നടക്കണ കാര്യമില്ല. ഒട്ടും നടക്കാത്തൊരു കാര്യം നമ്മുടെ സുഹൃത്ത് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ വല്ലതും നടക്കുമോ എന്നൊക്കെ നമ്മൾ പറയണം ഇറ്റ്സ് ഇംപോസിബിൾ. ഇതൊന്നും നടപടിയാകുന്ന കാര്യമില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പം നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് ഇംപോസിബിൾ, അത് നടക്കണ കാര്യമില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചിലർ വലിയ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ അത് നടപടിയാകുന്ന കാര്യമില്ല, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവരുടെ സ്നേഹത്തോട് പറയും ഡോണ്ട് ട്രൈ ഫോർ ഇറ്റ്, ഇറ്റ്സ് ഇംപോസിബിൾ. ഓക്കെ, അതിനുവേണ്ടി ശ്രമിക്കേണ്ട, അതൊരു ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊന്നാണ് ഗുഡ് ഐഡിയ. ഓക്കെ, മറ്റൊന്നാണ് ഗുഡ് ഐഡിയ. നല്ല ഐഡിയ ആണോ എന്നൊക്കെ പറയും നമ്മൾ ഇല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിണഞ്ഞു പരിശ്രമിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ സുഹൃത്ത് ഒരു ബ്യൂട്ടിഫുൾ ഐഡിയ കൊണ്ടുവരുന്നത്. പറയും ഗുഡ് ഐഡിയ മാൻ, ഗുഡ് ഐഡിയ, നല്ലൊരു ആശയമായിട്ടോ, നല്ല സൂപ്പർ ഒരു ആശയമായിട്ടോ എന്ന് പറയും ഇല്ലേ? എങ്ങനെയാണ് ഗുഡ് ഐഡിയ എന്ന് പറയും നമ്മൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാം ഗുഡ് ഐഡിയ. മറ്റൊന്നാണ് കാൺസേ, പറയാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? കാൺസേ, ഇന്ന് മഴ പെയ്യൂ, പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും കാൺട്ട് സേ. ഓക്കെ, എന്താ പറയുക കാൺട്ട് സേ. ഓക്കെ, കനോട്ട് സേ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, കാൺട്ട് സേ. ഓക്കെ, ഇന്ന് മഴ പെയ്യോ അല്ലെങ്കിൽ ഇന്ന് ഇത്ര വലിയ വെയിലുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ പറയാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? കാൺട്ട് സേ എന്ന് പറയും നമ്മൾ. മറ്റൊന്നാണ് ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇറ്റ്സ് അമേസിങ് എന്ന്. അതുപോലൊക്കെ തന്നെ പറയുന്ന മറ്റൊരു സെന്റൻസ് ആണ് ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ഒരു നല്ല അടിപൊളി സംഗതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയാം എങ്ങനെ ഇറ്റ്സ് ഫാന്റാസ്റ്റിക് എന്ന് പറയും. അപ്പോൾ നമ്മൾ 20ാമത്തെ ഫ്രേസിലേക്ക് എടുക്കണം. 20ാമത്തെ ഫ്രേസ് ആണ് ജോയിൻ മീ. ഓക്കെ, എൻ്റെ കൂടെ ജോയിൻ മീ, എൻ്റെ കൂടെ ചേരും എന്ന് നമ്മൾ പറയും അല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരു ഒഴിവ് ദിവസം വീട്ടിൽ ചിലപ്പോൾ ഒരു ഗാർഡനിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പെറ്റിൻ്റെ കേജൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മക്കൾ അവിടെ കളിച്ചൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ പറയും ജോയിൻ മീ, എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ഇത് അങ്ങ് ചെയ്തേക്കാം എന്ന് പറയും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒരു സുഹൃത്ത് വീട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ പറയും ജോയിൻ മീ ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എന്ന് പറയും ഇല്ലേ? ജോയിൻ മീ. ഓക്കെ, മറ്റൊന്നാണ് ടേക്ക് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി വല്ലാതെ ക്ഷീണിച്ച് അവശനായിട്ട് ഇരിക്കുന്ന കാണാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ടേക്ക് റെസ്റ്റ്. ഓക്കെ, ഒന്ന് വിശ്രമിക്കും, ടേക്ക് റെസ്റ്റ്. ഓക്കെ, നന്നായിട്ടൊന്ന് വിശ്രമിക്കും. ചിലപ്പോൾ പറയും എനിക്ക് വല്ലാത്ത ബോഡി പെയിൻ ആണ്, ഭയങ്കര ഹെഡേക്ക് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ടേക്ക് റെസ്റ്റ്, ഒന്ന് വിശ്രമിച്ച് കഴിയുമ്പോഴേക്കും ശരിയാവും. എങ്ങനെ പറയാം ടേക്ക് റെസ്റ്റ്. മറ്റൊന്നാണ് ഐ ഫൊഗോട്ട്. അയ്യോ ഞാൻ മറന്നുപോയി എന്നൊക്കെ പറയും അല്ലേ? നമ്മൾ ചില സമയത്ത് ഞാൻ മറന്നുപോയി എന്ന് പറയും. ചിലപ്പോൾ എൻ്റെയൊക്കെ സ്ഥിരം പ്രശ്നമാണ് കേട്ടോ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ മറന്നുപോകും. നമ്മളെങ്ങനെ പറയും ഐ ഫൊഗോട്ട്. ഓക്കെ, ഞാൻ മറന്നുപോയി. എന്താ പറയാ ഐ ഫൊഗോട്ട്. ഓക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറന്നുപോയെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പറയും എന്ത് ഐ ഫൊഗോട്ട്. 23ാമത്തെ ഫ്രേസിലേക്ക് കിടക്കുകയാണ്. 23ാമത്തെ ഫ്രേസ് ആണ് വാട്ട്സ് ന്യൂ. എന്തുണ്ട് പുതിയതായിട്ട്, എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ എന്ത് ചോദിക്കുക വാട്ട്സ് ന്യൂ, എന്തുണ്ട് വിശേഷങ്ങൾ, എന്താണ് പുതിയ കാര്യങ്ങൾ, വാട്ട്സ് ന്യൂ. ഓക്കെ, ഈ ഹവാറി ഒക്കെ ചോദിക്കുന്നതിന് പകരമൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു സംഗതിയാണ് വാട്ട്സ് ന്യൂ. 24ാമത്തെ ഫ്രേസ് ആണ് forgive me എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എന്നോട് ദയവായി ക്ഷമിക്കണം, forgive me. ഓക്കെ, അപ്പോൾ നേരത്തെ സിറ്റുവേഷൻ തന്നെ എടുത്തു, ഞാനൊരു സംഗതി മറന്നുപോയി, പക്ഷെ ഞാനോട് ചോദിച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയായിരുന്നു. ഇപ്പോൾ പറയണം forgive me, എന്നോട് ക്ഷമിക്കണോട്ടോ, എന്നോട് ദയവായി ക്ഷമിക്കണോട്ടോ. നമുക്ക് ക്ഷമ ചോദിക്കാനൊക്കെ ആയിട്ട് ചില ആളുകൾക്ക് വലിയ മടിയാണ്. അവർക്കൊക്കെ ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡായിട്ട് ക്ഷമ ചോദിക്കാം. എങ്ങനെ forgive me. ഓക്കെ, പ്ലീസ് forgive me എന്നും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായി. ഓക്കെ, ലാസ്റ്റ് 25ാമത്തെ ഫ്രേസാണ് ബി റെഡി. ഓക്കെ, ബി റെഡി.
ഒരുങ്ങിയിരിക്കും അല്ലേ? നമ്മൾ ക്ലാസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും ബി റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ബി റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ റെഡി ആകും, ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ ഒരുങ്ങ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ബി റെഡി ആയിക്കോ എന്നാണ് നമ്മൾ പറയണത്. ഒന്ന് ഒരുങ്ങിക്കോ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 25 കുട്ടി ഇംഗ്ലീഷാണ് പഠിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് be ready. Okay, so I'll join you with another interesting video. Until then, it's bye from Linto.